എടാ നിന്റെ സ്വഭാവമാണ് പട്ടിക്കൊണ്ടാക്കുന്നത്, എന്റെ സ്വഭാവം അല്ലടാ. എല്ലാവർക്കും നമസ്കാരം. രേണു സുധി. ഞാനിനി പ്രത്യേകിച്ച് അങ്ങനൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് രേണു സുധിയെ വിമർശിക്കുന്ന ഒരു വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് സത്യം പറഞ്ഞാൽ ചിരിക്കാനുള്ള ഒരു വകുപ്പാണ്. ഞാനിനി ഇവരെ വിമർശിച്ച് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നന്നാവില്ല എന്ന പ്രതിജ്ഞ എടുത്ത് നടക്കുന്നവരെ നമുക്കിനി നന്നാക്കി എടുക്കുക എന്ന് പറയുന്ന കാര്യം സാധ്യമല്ല, അത് അസാധ്യമാണ്. അതുപോലത്തെ ഒരു കേസാണ് എനിക്ക് രേണു സുധിയിലും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കുറച്ച് കോമഡി ആവാം, കുറച്ച് ചിരി കളിച്ച് സന്തോഷമായിട്ടൊക്കെ മാക്സിമം വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മുന്നോട്ട് പോകുക. പട്ടിക്കൊണ്ടാക്കുന്നവൻ, ഞാൻ പട്ടിക്കൊണ്ടാക്കുന്നവനാണ് അല്ലേടാ. നിന്റെ സംസ്കാരമില്ല, നീയാണോ അത് ചെയ്യുന്നത്? പട്ടിക്കൊണ്ടാക്കുന്നവനെ. രേണു ആണെങ്കിൽ ഒരു ലൈവ് വന്നിട്ടുണ്ട്. അതിപ്പോ നിരന്തരം ലൈവ് വരാറാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി. ലൈവ് വന്നിട്ട് ലൈവിൽ വരുന്ന കമന്റ്സിന് റിപ്ലൈ കൊടുക്കുകയാണ്. ഇടയ്ക്ക് രേണു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നെഗറ്റീവ് ഒന്നും ഒരു വിഷയമല്ല, നെഗറ്റീവ് ഒക്കെ എന്താ, പോരട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു ഇപ്പൊ നെഗറ്റീവ് കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെ ചീത്ത വിളിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്? അതങ്ങനെയാണ്. നമ്മളെന്നും കുറെ ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കത്തില്ലടേ. നമ്മൾ അവസാനം കുരു പൊട്ടും. അല്ലാതെ നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അവസാനം നാട്ടുകാർ കൂട്ടത്തോടെ തള്ളക്കുളി തുടങ്ങുമ്പോ എന്ന് പറഞ്ഞ് തിരിച്ച് പ്രതികരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നെഗറ്റീവ് പോരട്ടെ. പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ടു കൂടി പോരട്ടെ. അങ്ങനൊന്നും ഇല്ലല്ലോ. നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. നീ എന്റെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇനി കാണാൻ വേണ്ടിട്ട്. അല്ല, അവനും കണ്ട ആസ്വദിച്ചല്ലേ, അത് മതി. നീ ആസ്വദിച്ചല്ലോ, അത് കണ്ടല്ലോ, അവന് നിനക്ക് തൃപ്തിയായല്ലോ. നീ അവിടെ ഇരുന്നു. കിട്ടിയല്ല, അണ്ണാക്ക് കിട്ടിയല്ല. അടുത്ത് മോട്ടിവേഷൻ കൊടുക്കാൻ ആരോ ഇരിപ്പുണ്ട്. ഈ മോട്ടിവേറ്റർ എന്നുണ്ടാവണേ. ആരോ അടുത്തിരുന്ന് കണ്ടല്ലോ, കണ്ണ് 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 കൊള്ളാം, നല്ല മോട്ടിവേഷനാ. എടാ പല്ല് കൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ല, എന്റെ ഇഷ്ടമല്ല. എന്റെ പല്ലിന് എന്നാണ് കുഴപ്പം? എന്റെ പല്ല് നീയൊക്കെ എന്റെ വീട്ടിലിരിക്കുന്നവരുടെ പല്ലിൽ പോയി നോക്കാം. എന്റെ വീട്ടിലിരിക്കുന്നവരുടെ മുപ്പല്ലിൽ പോയി നോക്കണം. നീ എന്തിനാ കണ്ട പിള്ളേരുടെ മുപ്പല്ലേ നോക്കാൻ വരുന്നത്? അത്രേ ഉള്ളൂ. പല്ല് നോക്കാൻ വരും. നിനക്കൊക്കെ വല്ലാത്ത രോഗമാണല്ലോ. എന്താ കാര്യം ചോദിക്കാൻ പറയാനും ഓർത്തിട്ടാ. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. മനസ്സിലായാ? നിനക്കൊക്കെ തോന്നിയ ദിവസം പറയാനുള്ളതല്ല കേട്ടാ ഈ കൊച്ച്. എടാ, നിനക്കൊക്കെ തോന്നിയ ദിവസം പറയാനുള്ളതല്ല നമ്മുടെ രേണു സുധി. നമ്മുടെ ചേച്ചി അപ്പുറത്ത് നിന്ന് പ്രതികരിക്കുകയാണ്. ആരാണ് ചേച്ചി? ചേച്ചി എവിടെയാ? ആരാ ചേച്ചി? ആരാ നിങ്ങൾ? ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നു, രേണുവിന് വേണ്ടി സംസാരിക്കുന്ന ആരാ ചേച്ചി? പിന്നെ പല്ല് ബോഡി ഷേമിങ്, ഈ മേൽപ്പറഞ്ഞ കടികൾ പറയുന്നമാരെ കാലേ വരെ തൂക്കിയെടുത്ത് റെഡി. എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ അല്ലാണ്ട് പറയുന്ന കുറെ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. കുടുംബത്തിലെ സംസ്കാരമാണ് ഈ പറയുന്നതൊക്കെ. എന്റെ പൊന്ന് രേണു, മറുപടി കൊടുക്കണം. ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ എനിക്ക് ലൈവ് എന്നെ പറയണ്ടേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അവരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ? നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവൊക്കെ? പിന്നെന്ത്, സപ്പോർട്ട് ചെയ്യുന്നവര് നോക്കിയപ്പോ കമന്റ് സെക്ഷനിൽ കാണാനില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ലൈവ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും കുറവാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് വിമർശനങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് മാക്സിമം ലൈവ് വന്നിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇതുപോലെ പള്ളി വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നെഗറ്റീവാണ് എനിക്കിഷ്ടം, നെഗറ്റീവാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു രേണു ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ട ആ രേണു ഇപ്പൊ എവിടെ? ആ രേണുവിനെ നമുക്ക് ആവശ്യം. നെഗറ്റീവ് പോരട്ടെ. എവിടെ പോയാ രേണു? ആ എനർജിയൊക്കെ ഇപ്പൊ ഇല്ലാതെ പോയല്ലോ. ഇപ്പൊ എന്താ നെഗറ്റീവ് കാണുമ്പോ ഗുരു ഒട്ടുന്നുണ്ടോ? സ്വാഭാവികം. എനിക്ക് ലൈവ് ഒക്കെ വേണ്ട. എന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവര് പറയട്ടെ ലൈവ് ചെയ്യേണ്ടത്. അങ്ങനൊന്നും ഇല്ലല്ലോ. എങ്ങനെ എങ്ങാണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിലേക്കാളും നല്ലത് ഇൻസ്റ്റാഗ്രാം ദയവ് ചെയ്തിട്ട്. നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാണ് നീ കണ്ടത്? കണ്ടാ നീ കൊണ്ട് കണ്ടത് നീ ശരിക്കും ആസ്വദിക്കണം. നീ എന്റെ കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇനി കാണാൻ വേണ്ടിട്ട്. അല്ല, അവനും കണ്ട ആസ്വദിച്ചല്ലേ, അത് മതി. നീ ആസ്വദിച്ചല്ലോ, അത് കണ്ടല്ലോ, നിനക്ക് തൃപ്തിയായല്ലോ. നീ അവിടെ ഇരുന്നു. ചേച്ചി അടുത്തിരുന്ന് പിരികളൊക്കെ വിട്ടുകൊടുക്കുകയാണ്. അതിന് അടിപൊളിയായിട്ട് സ്ക്രൂ തിരിക്കി വിട്ടുകൊടുക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചേച്ചിയും കാണൂല, ഇപ്പുറത്തേക്കുന്ന ചേച്ചിയും കാണൂല, ഒരു ചേച്ചിയും കാണൂല, ഒറ്റയ്ക്കായിരിക്കും. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഇവിടെ കുറിക്കപ്പെടും. അതുപോലെ ഞാനും വലിയ നന്മമരമൊന്നുമല്ല, ഞാൻ പറയുന്ന വാക്കുകളും കുറിക്കപ്പെടും. അത് നാളെ ചിലപ്പോൾ എനിക്ക് തിരിഞ്ഞടിക്കും, ഉൾട്ടയടിക്കും, പലതും സംഭവിക്കും. രേണു ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അത് സുധിച്ചേട്ടന്റെ പേരിലാണ് ഈ ഒരു ഫേമസ് ആയതെങ്കിലും നിൽക്കുകയാണ്. അതിന് നേരെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാണ്ട് നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് നാട്ടുകാരെ വായിരിക്കണതും കേട്ട് നാട്ടുകാരെ മൊത്തം തള്ളയ്ക്കും വിളിച്ച് അങ്ങോട്ടും കയറി ചെനത്തിട്ട് ഒരു ഹെയ്റ്റ് മാത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും. ഈ അടുത്തിരുന്ന് കൊളാന്ന് വിടുന്ന ജയിച്ചൊന്നും കുറച്ചു ദിവസം കഴിയുമ്പോൾ കാണത്തില്ല. ഉള്ള കാര്യം പറയാം. അവരവരെ വാർഡും നോക്കിപ്പോവും.
ഇപ്പം രേണുവിന് തോന്നും ഓ കൂടെ ഇരുന്ന് ചേച്ചിയും സപ്പോർട്ട് ഞാൻ പവർ തന്നെ എന്ന് തോന്നും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ല. ആരോട് പറയും, ആര് കേൾക്കാൻ, ഇതാര് കേൾക്കും? എന്തേലും ആവട്ടെ. അവൻ എല്ലാം കണ്ടിട്ടുണ്ടോ എന്റെ? നിന്നെ ഞാൻ കാണിക്കാൻ വന്നിട്ടുണ്ടോടാ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല കമന്റ്സ് ഒക്കെ താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് എവിടെയോ 2 നല്ല കമന്റ് വരുന്നു. എനിക്ക് തോന്നുന്നു അപ്പുറത്തിരുന്ന് ചേച്ചി വിടുന്നതായിരിക്കും. കമന്റ് എന്തായാലും ഞാൻ കണ്ടില്ല. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആ കമന്റുകളൊക്കെ ഒന്ന് നോക്കി നോക്കും. നല്ല നല്ല കമന്റുകളാണ്. അടുത്തത് ബോഡി എന്നാ ചെയ്യാനാ? കുടുംബത്തുള്ളവരെ വിളിക്കാട്ടോ, വിളിക്കേട്ടോ. ഹായ് ചേച്ചി. ചേച്ചിയായിരുന്നല്ലേ ആ ചേച്ചി? കണ്ടതിൽ വളരെയധികം സന്തോഷം. അടുത്തിരുന്ന് ഇത്രയും മോട്ടിവേഷൻ കൊടുക്കുകയല്ലേ. രേണുവാണെങ്കിൽ ഫയർ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലതാ, ഈ മോട്ടിവേഷനൊക്കെ നല്ലതാ. എവിടെ ചെന്ന് ഇടിച്ചിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, നെഗറ്റീവാണ് അല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല, പ്രതികരിക്കണം. പക്ഷേ രേണു തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പോരട്ടെ. ഇപ്പൊ എന്ത് നെഗറ്റീവ് ഒന്നും താങ്ങാൻ പറ്റില്ല. അതങ്ങനെയാണെടോ. എന്തായാലും അടുത്തിരിക്കുന്ന ചേച്ചി കൊള്ളാം കേട്ടാ. നൈസ്, നല്ല മോട്ടിവേഷനാ. ഇത് കുറെ അമ്മായിമാരും കുറെ ഫേക്ക് വടിയായിട്ട് വരും. കുറെ പുണ്യാളന്മാരുണ്ട്, കുറെ പുണ്യാളത്തികളുണ്ട്. ഈ ഭൂമിയിലെ ആരാ ഉള്ളേ? പുണ്യാളത്തികളാണ്. ഒരാളുണ്ടെങ്കിൽ പറയണം കേട്ടോ. പറയുന്നവനുണ്ടെങ്കിൽ അവന്റെ സംസ്കാരം ഇതുപോലെ പറയിപ്പിക്കില്ല. ചേച്ചി പറയുന്നത് വെച്ച് ആലോചിക്കുമ്പോൾ കേരളം മൊത്തം ഫേക്ക് ഐഡിയുടെ പൂരമാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വിമർശനം വരുമ്പോൾ എല്ലാം ഫേക്ക് ഐഡിയ ആവും. ഒന്നാലോചിച്ചാൽ മാത്രം മതി. രേണു വരുത്തി വെച്ച ഒരു ഹൈറ്റ് തന്നെയാണ്, അതല്ലാതെ ഫേക്ക് ഐഡിയും കോപ്പൊന്നുമല്ല. ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. എന്നിട്ട് ഫേക്ക് ഐഡി പോലും ഫേക്ക് ഐഡി. നിനക്കൊക്കെ ഈ ലൈവ് വന്ന് ടൈപ്പ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. എന്റെ നേർക്കുനേരം ഒന്നും നീ ഒന്ന് വിളിക്കും, ഒരുത്തനെങ്കിലും വിളിക്കും. നീ ഒരുത്തനെങ്കിലും അക്കൗണ്ട് കൂട്ടിക്കുന്ന കാര്യം ഞാൻ സൗബറിൽ കൊടുത്താൽ നീ എന്നെ ഓർത്തത്. ഊബറിൽ കൊടുത്താൽ അവന്റെ അക്കൗണ്ട് കൂട്ടിക്കാൻ ഊബറിൽ കൊടുക്കണം. ഊബറിൽ കൊടുത്താൽ ഇപ്പൊ അക്കൗണ്ട് കൂട്ടിക്കുവോ? ചേച്ചി അപ്പുറത്ത് എന്താ പറയാനായിട്ട് ഊബറിൽ കൊടുത്താൽ മതിയെന്ന്. എന്തേലും ആവട്ടെ. എടാ നീ പോടാ. എന്റെ ലൈവ് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് പോലെ സുനിച്ചേട്ടന്റെ പേര് കളത് എന്റെ കെട്ടിയവന്റെ പേരാണ്. ഇനി അവനോട് സംസാരിക്കുക. നീ ആദ്യം ഇറങ്ങി പോടാ. നിന്റെ സ്വന്തം ലൈവ് അല്ലല്ലോ. നീ ആദ്യം ഇറങ്ങിപ്പോ. നിന്റെ ആണോടാ ലൈവ്? ആണില്ലാത്തവരെ. എന്റെ സുധിച്ചേട്ടന്റെ പേര് ഞാൻ സൂക്ഷിക്കുന്ന പേര്. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ അത് പറയാം കേട്ടോ. ഈ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞാണ് ഈ കോലത്തിലായത്. വീണ്ടും അതിനെ ആവർത്തിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യമുള്ള കാര്യം പറയാം. രേണു ലൈവ് ഇട്ടോ, കമന്റ്സിന് റിപ്ലൈ കൊടുത്തോ, പക്ഷെ അടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്പിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ അത് അധികകാലമൊന്നും കാണത്തില്ല. അവരവരെ വാടം നോക്കി പോകും. അടുത്തത് ചേച്ചി ഇപ്പം മോട്ടിവേഷൻ തരും. ചേച്ചി ആഗ്രഹിക്കുന്ന ഒന്ന് വൈറലാണ്, എന്റെ ഫേസും 10 ആള് കാണട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും ചേച്ചി ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ പറയാനുള്ളത് പറയും. കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് തിരിച്ചു വരാനോ തിരിച്ചു പിടിക്കാനോ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് നേടുന്ന ആ ഒരു ഫെയിം അധികകാലം നിൽക്കത്തില്ല, അധികകാലം കാണത്തില്ല. നമ്മൾ ഫെയിം ആവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ 10 ആൾ അറിയുന്നുണ്ടെങ്കിൽ, നമുക്ക് പൈസ കിട്ടുന്നു, നമ്മൾക്ക് ഒരുപാട് ഷൂട്ടുകളും കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ നമ്മളെ കൂടുതലായി അറിയുന്നത് കൊണ്ടാണ്. ആ അറിയുന്ന ജനങ്ങൾ വെറുപ്പോടെയാണ് അറിയുന്നതെങ്കിൽ അവർ കുറച്ചു കാലം ചീത്ത വിളിക്കുകയും കുറച്ചു കാലം ഈ ഒരു വെറുപ്പ് നിലനിർത്തുകയും അത് കഴിയുമ്പോൾ അവർ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകും. പിന്നെ രേണുവിന്റെ എന്ത് വീഡിയോ ഇട്ടാലും രേണുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഷൂട്ട് ചെയ്താലും ഒന്നും റീച്ചില്ലാത്തൊരു കാലം വരും. അന്ന് ഒന്നും ഇല്ലാതെ ആവും, പെരുവഴിയിലാവുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നാൽ കൊള്ളാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ നമ്മൾ വെറുപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ച് രേണുവിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം ഒറ്റയടിക്ക് വെറുപ്പിച്ചുകൊണ്ടാണ് രേണു നിൽക്കുന്നത്. ആ വെറുപ്പിന് അധികകാലം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ പറയാനുള്ള പറയും. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ സദാചാര ഓളിയായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ മറിച്ചാണെന്നൊക്കെ തോന്നും. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കൂടെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ആരും കാണത്തില്ല. അതൊക്കെ സ്വന്തം ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നതെന്ന് അങ്ങ് കൂട്ടിക്കോ. കൂടെ നിൽക്കാൻ ഒരുപാട് പേര് ചില സമയങ്ങളിൽ കാണും. നമ്മൾ നല്ലോണം ഇരിക്കുന്ന സമയത്തും നമ്മളെ കൊണ്ട് ഉപയോഗമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സമയമൊക്കെ ഉള്ള സമയത്ത് നമ്മളെ കൂടെ നിൽക്കാനും കൂടെ നിന്ന് മൂപ്പിച്ചു വിടാനും പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ഒരുപാട് പേര് കാണും. നമ്മുടെ തെറ്റായാലും അവരത് തെറ്റായിട്ട് കാണാതെ നമ്മളെ മൂപ്പിച്ചങ്ങ് വിടും. അങ്ങനത്തെ ഒരു കാലം എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്കൊരു ആപത്ത് വരുമ്പോഴോ നമ്മൾ ഒരു വീഴ്ച വീഴുമ്പോഴോ നമ്മളെ കൂടെ നിൽക്കാൻ അധികം ആൾക്കാരൊന്നും കാണത്തില്ല. അന്ന് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക എന്നേ എനിക്ക് രേണുവിന്റെ അടുത്ത് പറയാനുള്ളൂ. ഇങ്ങനെ ലൈവിൽ വന്നിട്ട് നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ നാളെ നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിക്കും. ഒന്നാലോചിച്ച് നോക്കും. ഇപ്പം ആൾക്കാർ ചിരിക്കും, നിങ്ങളെ കുറെ ചീത്ത വിളിക്കും, കുറെ പേര് സപ്പോർട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അത് ഭാവിയിൽ
നിങ്ങളെ തന്നെ ബാധിക്കും. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നതും നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലോട്ട് പോകും. പക്ഷെ ഇപ്പോ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അത് നെഗറ്റീവ് ഹൈപ്പാണ്. ആ ഹൈപ്പ് അധിക കാലം കാണത്തില്ല. അത് സ്വയമേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം, എല്ലാവർക്കും കൊള്ളാം. നമ്മളിത് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും, നിങ്ങൾ ബാക്കി നിങ്ങളുടേതായ രീതിയിൽ പോവുക. കൂടെ നിന്ന് തള്ളി വിടുന്ന ചേച്ചി എന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.